Welcome to Flavors of India. കടകളുടെ ഇടയിലൂടെ നമ്മൾ സഞ്ചരിച്ച് ഇനി ഒരു കൊച്ചു ഇടുങ്ങിയ വഴിയിലൂടെ പോകാൻ പോകണം. ബാംഗിൾ മാർക്കറ്റ്, വളകളുടെ ഒരു മാർക്കറ്റിലേക്ക്. പക്ഷേ നാരോ അലിയിലൂടെ, അത് നാരോ റോഡിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ. ലക്നൌവിലും അലഹബാദിലും ഒക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ട്രീറ്റ്സ്, ഗല്ലീസിലൂടെ ഞാൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു എക്സ്പീരിയൻസ് ജോധ്പൂരിലെ മാർക്കറ്റ് ഏരിയയിൽ. പഴയ ബിൽഡിങ്സ് ഒരുപാടുള്ള ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ചെറിയ മുടുക്കാണെങ്കിലും പഴയ ഹെറിറ്റേജ് ബിൽഡിങ്സ് പോലെയുള്ള കെട്ടിടങ്ങൾ ഇവിടെയെല്ലാം കാണാം. ഇതിൻ്റെയൊക്കെ വീട് ഈ വാതിലെന്ന് ഞാൻ വിളിച്ചത് ഏതോ ഒരു ക്ഷേത്രമാണെന്ന് ചോദിച്ചു. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഇതൊക്കെ അടച്ചു പൂട്ടിയിട്ടിട്ട് അവർ ഹൈദരാബാദിലാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓണേഴ്സ് പഴയ വീടുകൾ കെട്ടിടം നോക്കും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ വള നിർമ്മാണ ഏരിയയിലാണ്. കംപ്ലീറ്റ് ബാംഗിൾ മാർക്കറ്റാണ് ഇവിടെ. ഇവിടെ പ്ലാസ്റ്റിക്സും ഗ്ലാസും എല്ലാം ഉണ്ട്. അത് കൂടാതെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള റിയൽ വള എന്ന് പറയുന്നത് ലാക്ക് ബാംഗിൾസ്. ലാക്ക് എന്ന് പറഞ്ഞാൽ പശ, വാക്സ്, അത് പൈപ്പിൾ ട്രീ, അതായത് ആൽമരത്തിൽ നിന്നും ഉണ്ടാകുന്നതാണെന്ന് പറയുന്നത്. എന്തായാലും മെഴുക് അല്ലെങ്കിൽ അരക്ക് എന്നൊക്കെ പറയുന്ന ഒരു തരം പശയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതിങ്ങനെ അതായത് മുഴുവൻ പശയാണ്. അതിങ്ങനെ കളർ ചെയ്തിട്ട് ചൂടാക്കുമ്പോൾ അത് ലൂസായിട്ട് വരും. എന്നിട്ട് അതിങ്ങനെ അച്ചു വെച്ച് ഇങ്ങനെ റോൾ ചെയ്ത് വള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതെല്ലാം നല്ല ചൂട് വളയാണ്. പച്ച, ചുവപ്പ്, ഇതാണ് ലാക്ക് ബാംഗിൾസ്. ഇതിവിടുത്തെ ട്രഡീഷണൽ ബാംഗിൾസാണ്. കണ്ടില്ല, അത് അച്ചു കണ്ടോ ഇങ്ങനെ വളയുടെ ഷേപ്പ് കിട്ടാനായിട്ട് അതിനകത്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ആക്കി ഫിക്സ് ചെയ്ത് പിന്നെ ഇത് റൗണ്ടാക്കി ഒരു ഭയങ്കര രസകരമായ പ്രോസസ്സാണ് നടക്കുന്നത്. എന്നിട്ട് വളയ്ക്കൊരു അച്ച് റൗണ്ട് ഷേപ്പിലൊരു കടിയിൽ അതിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നു. വീണ്ടും അച്ഛനിങ്ങനെ ചൂടാക്കി, ഇത് കനലാണ്, അതിനെ ഒട്ടിക്കുന്നു. വളയായി വള. ഗരം ഹേ. ഇത് ഭയങ്കര ചൂടാണ്. ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ചൂടാണ്, അതിൻ്റെ ഷേപ്പ് പോയി. ഇതാണ് ലാക്ക് ബാംഗിൾസ്. ഇങ്ങനെ ഈ ലാക്ക് മെറ്റീരിയൽ തന്നെ ഇത് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് വേറെ കളർ മാത്രമല്ല ഉള്ളൂ, ഇതിൽ ഡിസൈനിങ് ഒന്നുമില്ല. ഇതിൽ കുറേ ഡിസൈൻ ചെയ്തതുണ്ട്. അതിനെല്ലാം കാണിച്ചു തരാമെന്ന് പറയുന്നത്. ഇതിന് ലാക്ക് കൊണ്ടുള്ള അകത്തുള്ള മെറ്റീരിയൽ ലാക്കാണ്. കണ്ടല്ലോ വള അകത്ത്. അതിൻ്റെ മുകളിൽ സ്റ്റോൺസ് ഇങ്ങനെ ഒട്ടിച്ച് ഇത് കുറച്ച് പണിയുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഈ വള. അപ്പോൾ അതിൻ്റെ വിലയും കൂടും. ഇതുപോലെയൊക്കെ പ്ലാസ്റ്റിക്കിലും ഗ്ലാസ്സിലും ഒക്കെ കിട്ടും. പക്ഷേ ഇതാണ് അതിൻ്റെ ഒറിജിനൽ ലാക്ക്. ഇത് വേറൊരു പാറ്റേൺ. ഇത് വയലറ്റ് കളറിലെ ലാക്ക് വളയിൽ വയലറ്റ് ആൻഡ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് 250 രൂപയാണ് ഇതിന് ഒരു പെയറിൻ്റെ വില. ഇത് 200 ഫോർ 2. ഒരു പെയറിന് 200 രൂപ. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ജോധ്പൂരി ബാംഗിൾസ് ആണ്. ഇവിടെയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ്. പ്ലെയിൻ പോക്കിത്തണം. ഇത് 250 രൂപ പെയർ. ലാക്ക് ബാംഗിൾസ് വിത്ത് സ്റ്റോൺസ്. ഇത് ഗോൾഡൻ, റെഡ്, ഗ്രീൻ ആൻഡ് വൈറ്റ് സ്റ്റോൺ. അതൊന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പെയറിന് 250 രൂപ ഒരു പെയറിന്. ഇതെല്ലാ കളേഴ്സും ഉണ്ട്. റെഡ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, 10 കളേഴ്സ്, ബ്ലൂ ഉണ്ട്. ഈ കളേഴ്സ് എല്ലാം അതിലുള്ളതാണ്. വൈറ്റ് സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് ഉണ്ടാക്കുന്നത്. ഇനി ഇത് പിന്നെ വരുന്നത് 400 രൂപ 8 ബാംഗിൾസ്. ഇത് പ്ലെയിൻ. ഇത് 8 എണ്ണം 200 രൂപ. ഇത് കണ്ണാടി ഗ്ലാസ് വള പോലെയാണ്, താഴെ വീണാൽ പൊട്ടും. ഇത് ഒരു പെയറിന് 100 രൂപയേ ഉള്ളൂ ഈ ബാംഗിൾ. ആൻഡ് ഇസ്ക ഇത് ഭയങ്കര വർക്ക് ചെയ്തതാണ്. കണ്ടില്ലേ, ഒരു പിന്നൽ പോലത്തെ ഒരു പാറ്റേൺ.
ഇത് 100 റുപ്പീസേ ഉള്ളൂ ഒരു പെയർ. ഇതിലെല്ലാ കളറും ഉണ്ട്. ദോസാവും രണ്ടെണ്ണത്തിന് 200 രൂപ. ഇതിപ്പോൾ വെള്ള സ്റ്റോൺ വെച്ചിട്ട് എല്ലാ കളേഴ്സും ഉണ്ട്. ഇത് ഫുൾ സെറ്റ് രണ്ടെണ്ണത്തിന് 200 രൂപ. ഇത് പർപ്പിളുണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക്, ഗ്രീൻ, ബ്രൗൺ, യെല്ലോ, റെഡ്. ഫുൾ സ്റ്റോൺസ്, വൈറ്റ് സ്റ്റോൺസ്. ഒരു പെയറിന് 600 രൂപയാണ്. ഇതൊന്ന് ഭംഗി നോക്കൂ. ഇതാ നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ? അതെ, ബ്യൂട്ടിഫുൾ. 600 റുപ്പീസ് ഒരു പെയർ. ഇതൊരെണ്ണം ഇട്ടാൽ മതിയല്ലോ. ഓ ബ്യൂട്ടിഫുൾ. നൈസ് കളർ കോമ്പിനേഷൻ. നോക്ക്, വളരെ റെയറായിട്ട് കാണുന്നൊരു കളർ കോമ്പിനേഷൻ. നേവി ബ്ലൂ ആൻഡ് 600 ഫോർ 1 പെയർ. രണ്ടെണ്ണം 600 രൂപ. രണ്ടെണ്ണം 600 രൂപ. ഇത് രണ്ടെണ്ണം 600. പക്ഷേ ഇത് ഓരോന്ന് ഇട്ടാൽ മതി, അധികമൊന്നും ഇടണം എന്നില്ല. കയ്യിൽ കിടന്നാൽ നല്ല ഭംഗിയായിരിക്കും. പുള്ളി എല്ലാം കാണിച്ചു തരാണ്. 200 രൂപയാണ് ഒരു പെയർ. 200 റുപ്പീസ് പെയർ. നമ്മളിങ്ങനെ വെറൈറ്റീസ് കാണുകയാണ് വളകളുടെ. എന്തെല്ലാം കോമ്പിനേഷൻസ്. എന്തെങ്കിലുമൊക്കെ വാങ്ങാതെ പോകാൻ പറ്റില്ല. ഇതിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള വളയെല്ലാം ഉണ്ട്. നമ്മൾ അറിയാണ്ട് വാങ്ങിപ്പോകും. ഇത് ഗോൾഡിൽ ഡിസൈൻ ചെയ്ത മാർവാടികളുടെ കളറാണെന്നാണ് പറഞ്ഞത്. ഗ്രീനും റെഡും. ഇത് ഒറിജിനൽ മാർവാടി. വെറൈറ്റി കളേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞു. ഇവിടെ ഒന്നും ഭയങ്കര കളർഫുൾ ആൾക്കാർ. ഞാനിവിടുന്ന് കുറേ വള മേടിച്ചുകൊണ്ട് പോകുന്നതാണ് ചേട്ടൻ്റെ വിചാരം. പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ എത്ര വാങ്ങിക്കാൻ പറ്റുമെന്ന്. പക്ഷെ നല്ല ഭംഗി. വാങ്ങാതിരിക്കാനും തോന്നുന്നില്ല. കുറേ വാങ്ങാൻ തോന്നുന്നുണ്ട്. നൈസ് കളർ സ്റ്റോൺസ്. ഇപ്പം തന്നെ ചൂടാക്കി അത് വലുതാക്കി തരാമെന്ന് പറയുന്നത്. കണ്ടില്ലേ, സീല് പോലത്തെ സാധനമാണ്. ഇതിൽ കളർ കൊടുത്ത് ചെയ്യുന്നുണ്ട്. ഇത് പച്ച, ബിഗ് സൈസ്. ഇത് ചുമപ്പ്. ഇതെല്ലാം ലാക്കാണ്. ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ വളയാക്കി മാറ്റി. ഇതിനെ ഉരുക്കിയാണ് വളയുടെ ഷേപ്പിലാക്കി. ഇതിന് ഇച്ചിരി വലിപ്പം കൂട്ടി തരാമെന്ന് പറഞ്ഞു. ഇത് 8 ചുമന്ന വള മേടിക്കാം, പ്ലെയിൻ. ഇത് വലുതാക്കാൻ പോവാണ് ഞാൻ വാങ്ങിയ വള. ഇച്ചിരിയുടെ സൈസ് കൂട്ടണമെന്ന് എൻ്റെ ആഗ്രഹം പറഞ്ഞു. അയ്യോ, അതിന് സ്റ്റോൺ വെച്ചിട്ട് ചൂടാക്കുന്ന നോക്കുമ്പോൾ ഒരു പേടിയില്ല. വലിപ്പം കൂട്ടുന്ന നോക്കൂ. വളരെ ചൂടാക്കിയിട്ട് ആ പിന്നെ അച്ചിലേക്ക് കയറ്റി ഇങ്ങനെ റോൾ ചെയ്തു. ഇച്ചിരിയുടെ വലുതായി. ചൂടാക്കുമ്പോൾ അത് ഏതാണ്ട് മറ്റേ റബ്ബർ മാതിരിയാകും. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് മോൾഡ് ചെയ്യാം. നല്ല വലുത്. ഇത് വലുതാക്കാൻ പറഞ്ഞു, വലുതാക്കി തന്നു. ഇനി ഇത് ചെറുത്. ഭയ്യാ आपको छोटा भी करना है, वो भी कर सकते हैं. അത് ശരി. ഇത് ചെറുതാക്കണം പറഞ്ഞാൽ വീണ്ടും ചൂടാക്കി കുറച്ചുകൂടെ ചെറിയ മോളിലേക്ക് കയറ്റുമ്പോൾ ചെറുതാകും. പക്ഷെ ഇനി ചെറുതാക്കണ്ട തോന്നുന്നു. വലുത് മതി. ഓക്കെ, ഇത് വലുതായി. 2 വള എന്തായാലും വാങ്ങാൻ തീരുമാനമായി. നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഐ ടേക്ക് ദിസ്. പിന്നെ പ്ലെയിൻ വളാസ് വാങ്ങിക്കാം. അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വേറെ കാര്യത്തിനോട് മിക്സ് ചെയ്തിടാം. റെഡ് കളറിലെ വള കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ 3 ഡിഫറെൻറ്റ് കളേഴ്സ്. എല്ലാ കളേഴ്സായി. പിങ്ക് ഈ കളറിലെ സാരി ഇട്ടു. അപ്പോൾ അതിനനുസരിച്ച് ഇത് മെറൂൺ ഒരുപാട് കളറുണ്ട് ഇതിൽ. അപ്പോൾ എല്ലാം കോമൺ ആയിട്ട് ഇടാമല്ലോ. പിന്നെ റെഡ്, ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ്. അപ്പോൾ ഒരുപാട് സാരീസ് ഈ കളേഴ്സിലുണ്ടാകും. അതുകൊണ്ട് പലതും ഇങ്ങനെ എടുക്കുകയാണ്. ഇതൊരെണ്ണം എന്തായാലും വാങ്ങി. ഒരു പെയറായി. പിന്നെ ഇനി എന്താ വേണ്ടേ? എല്ലാം ഉണ്ട്. ഒത്തിരി പൈസ മുടക്കേണ്ടി വരും അല്ലെങ്കിൽ. This is 600, no?
600 രൂപയാണ് ഇതിൻ്റെ വില ഒരു പെയർ. ഇതുവരെ വാങ്ങിച്ചത് 200, 250. വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം, നല്ല ഇഷ്ടമായി. ആലോചിക്കുക, വേണോ വേണ്ട. ഇതാണെങ്കിൽ 2 വാങ്ങാൻ പറ്റുള്ളൂ 200 രൂപയ്ക്ക്, 600 രൂപയ്ക്ക്. ബ്യൂട്ടിഫുൾ. ഇത് 400 പെയർ. കുറയ്ക്കുമോ എന്ന് വെച്ചാൽ ഫിക്സ്ഡ് പ്രൈസ്, നോ ബാർഗെയിനിങ് ഹിയർ. എല്ലാം ഒറിജിനൽ വില കൊടുത്ത് മേടിച്ചുള്ള മര്യാദയ്ക്ക്. ഓക്കെ, ഐ വിൽ ടേക്ക് ദിസ് ഓൾസോ ദ സെയിം മെഷർമെൻറ്റ്. ഇത് 200 ഇത് 200, ഇത് 200. അപ്പോൾ എത്രയായി? 1250. പൈസ ആയിട്ട് തന്നെ വേണം, കാർഡൊന്നും കൊടുത്താൽ പറ്റില്ല എന്നാണ് പറയുന്നത്. യെസ്, ഇവിടെ ഒന്നും കാർഡ് പറ്റില്ലല്ലോ, ഇത് ലോക്കലായിട്ടുള്ള മാർക്കറ്റ് ഏരിയയല്ലേ. അപ്പോൾ അങ്ങനെ ലാഖ് ചുടി വാങ്ങുകയാണ് വേണം. ഇവിടെ ജോധ്പൂരിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ബൈ ലാഖ് ചുടി. അപ്പോൾ ഒരു സ്ഥലത്ത് വന്നാൽ അവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ് വാങ്ങണം. അപ്പോൾ ജോധ്പൂരിൽ വന്നാൽ ലാഖ് ചുടി, അതായത് ലാഖ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ടാക്കിയ വള തന്നെ വാങ്ങണം. അത് ഓർണമെൻ്റലായിട്ടുള്ളത് ഇങ്ങനെ സ്റ്റോൺ വെച്ചതുണ്ട്, അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്. പല കളർ കോമ്പിനേഷൻസ്. താഴെ വീണ് പൊട്ടും, താഴെ വീണാൽ. പക്ഷേ ഒരു കാര്യം മനസ്സിലായല്ലോ, അതൊന്ന് ചൂടാക്കി തൊട്ടിക്കാൻ പറ്റും. വീണ്ടും ഒരു 8 പച്ചവളയും കൂടി എടുത്തു. അങ്ങനെ എല്ലാം കൂടെ 1450 രൂപ തീർന്നു പറ്റും. ഒന്നും പറയണ്ട, ഈ സ്ത്രീകളെ ഒന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നതാണ് അവർക്ക് എപ്പോഴും പ്രശ്നമാണ്. സ്ത്രീകൾ ഷോപ്പിങ്ങിന് പോയാൽ പോക്ക് കേസാണ്. ഞാനൊരു എക്സെപ്ഷനല്ല. നമ്മളിങ്ങനെ ഇങ്ങനെ ടെക്സ്റ്റൈൽസ്, ജുവലറി, ഇങ്ങനെ എവിടെ ചെന്നാലും പ്രശ്നമാണ്. പിന്നെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ ചെന്നാലും പ്രശ്നമാണ്. എന്നെ പോലെയുള്ളവർക്ക് അതും പ്രശ്നമാണ്. അവിടുന്ന് പാത്രങ്ങൾ കണ്ടാലും അത് വാങ്ങണമെന്ന് തോന്നുന്നു, എന്ത് കണ്ടാലും വാങ്ങണമെന്ന് വെച്ചാൽ. പിന്നെ ആണുങ്ങൾക്ക് അത്രയും കുഴപ്പമില്ല, സ്ത്രീകളാണ് അങ്ങനെ കൂടുതലൊരു ഷോപ്പഹോളിക്സായി മാറുന്നത്. ഓക്കെ, താങ്ക് യു ഭയ. സാധാരണ പ്രോഗ്രാം കണ്ടിട്ട് പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഈ ഷോപ്സൊക്കെ എവിടെയാണ്, ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർമ്മിക്കില്ല. അതുകൊണ്ട് നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ്. ലഖാര ബസാർ എന്നാണ് പറയുന്നത്, ജോധ്പൂരിൽ. ഇതിവിടുത്തെ സർദാർ മാർക്കറ്റിൻ്റെ അടുത്താണ്, ക്ലോക്ക് ടവറിൻ്റെയൊക്കെ അടുത്ത്. ഇവിടെ ബാംഗിൾസിൻ്റെയൊക്കെ ഹോൾസെയിൽ മാർക്കറ്റാണ്. ലഖാര ബസാർ നോട്ട് ചെയ്യും, എഴുതിയിടുക. ലഖാര ബസാർ, ജോധ്പൂർ. ഇതിങ്ങനെ വെറുതെ നടന്നു പോവുകയാണ് ഞാൻ മാർക്കറ്റ് ഏരിയയിലൂടെ. പക്ഷേ അറിയാണ്ട് ചില സ്ഥലത്തൊക്കെ നിൽക്കുവാണ്. വീണ്ടും ഞാൻ തിരിച്ചു പോകാൻ തുടങ്ങുമായിരുന്നു. ഇത് നോക്കും, കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്ന ക്ലോത്ത്സ്. ഇത് ഓൾഡ് ക്ലോത്ത്സ് ഒന്നുമല്ല, പഴയ തുണിയല്ല. ഇത് തുണികളുടെ പീസസാണ്. ഷർട്ട് പീസ് ഉണ്ടാകാം, പാൻറ്റ് പീസ് ഉണ്ടാകാം, പല തരം പീസസ് ഉണ്ടാകാം. ഇതെല്ലാം ഇങ്ങനെ തൂക്കി വിൽക്കുന്ന സ്ഥലമാണ്. ക്ലോത്ത്സ് വെറുതെ തൂക്കി വിൽക്കും. വലിയ വിലയൊന്നുമില്ല, വളരെ ചീപ്പ് റേറ്റ്. നമുക്ക് ആവശ്യമുള്ള തുണി ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് വെയിറ്റ് എടുത്തിട്ട് അതിൻ്റെ വില കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ, നല്ല സാധനങ്ങളിൻ്റെ ഇടയ്ക്കെല്ലാം കാണും. സെലക്ട് ചെയ്ത് എടുത്താൽ മാത്രം. ഇത് മറ്റൊരു കട. ഇവിടെ കർട്ടൻ ക്ലോത്ത്സ് ആണ്, കംപ്ലീറ്റ് കർട്ടൻ തുണികൾ. ഇതെല്ലാം തൂക്കി വിൽക്കുകയാണ്. 300 രൂപ കിലോയ്ക്ക്, അതിൻ്റെ വെയിറ്റ് അനുസരിച്ച്. അപ്പോൾ ഒരു 300 രൂപയ്ക്ക് 3 കർട്ടനൊക്കെ തൂങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ലാഭമാണ്. ഒരു കർട്ടന് 100 രൂപ ആകുന്നുള്ളൂ. ഇതും കർട്ടൻ ക്ലോത്താണ്. ഇത് 300 രൂപയാണ് കിലോയ്ക്കാണ്, മീറ്ററിനല്ല. ഇത് കുറേ തൂങ്ങും. ഇവിടെ ഡ്രസ് മെറ്റീരിയൽസിൻ്റെ വിലക്കുറവൊന്ന് കണ്ടു നോക്കുള്ളൂ. ഇതിപ്പം ഈ ടൈപ്പ് മെറ്റീരിയലാണ് ഈ പടം കാണിച്ചിരിക്കുന്നല്ലോ, ഇതുപോലെ. ഇത് 4 കളേഴ്സ് ഉണ്ട്, 1, 2, 3, 4. ഇത് 4 ഹോൾസെയിലാണ്. 4 വാങ്ങിച്ചാൽ 900 രൂപ, 1000 രൂപയ്ക്ക് താഴെയേ ഉള്ളൂ. ഒരു പീസിന് 250 ആകുന്നില്ല, 220 രൂപയ്ക്കേ ആവുള്ളൂ. അത് തുറന്ന് കാണുകയാണെങ്കിൽ ഇങ്ങനെ. ഇതാണ് എൻ്റെ ടോപ്പ്, ബോട്ടം. ആൻഡ് ദിസ് ഇസ് ദ ദുപ്പട്ട. ഇതാണ് ദുപ്പട്ട. 200 രൂപയ്ക്ക് 220 രൂപയെ മറ്റാവുന്നുള്ളൂ ഒരു പീസിന്. അങ്ങനെ 4 ഒന്നിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ 900 റുപ്പീസ്. ഇതുപോലെ തന്നെ ഇത് 4 സെറ്റാണ്. 1, 2, 3, 4. ഈ 4 ഇതാണ് ഹോൾസെയിലിൻ്റെ വില. 4 സൽവാർ വാങ്ങണമെങ്കിൽ 900, 900 രൂപ തൊട്ട് 1000 രൂപ വേണ്ട. ലാഭമല്ലേ? 310 രൂപ ഒരു പീസിന്. 4 വാങ്ങിക്കും 1240, അതായത് 310 രൂപയാണ് ഒരു പീസിന്. അതിൻ്റെ ദുപ്പട്ടയാണ് ഇങ്ങനെ. ഇത് 6 ഉണ്ട്, 6 കളേഴ്സ്. വയലറ്റ്, യെല്ലോ ആൻഡ് പിങ്ക്, വയലറ്റ്, ഇങ്ങനെ 4 കളേഴ്സ്. ഭയങ്കര ലാഭമല്ലേ? നിറച്ച് വർക്ക് ചെയ്തത് 1200 രൂപ 4. ഒരെണ്ണത്തിന് 310 രൂപ ആകുന്നത്. 250 രൂപ ഒരു പീസിന്. 4 1000 രൂപ. കോട്ടൺ, പ്യുവർ കോട്ടൺ.
ഞാൻ നോക്കുന്ന കണ്ടിട്ട് വേറെ ആൾക്കാരൊക്കെ വന്ന് നോക്കി തുടങ്ങി. ഇനി ഡിമാൻഡ് കൂടി, ഇത് ഭയങ്കര ഇതായി. ഇവിടെ ഇനി അവരുടെ കച്ചവടം. ട്രഡീഷണൽ ഗാഗ്ര, ഡ്രസ്സസ്, ചോളി എല്ലാം കിട്ടുന്ന ഒരു കടയിലെത്തിയിരിക്കുകയാണ്. ഇത് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കൂടിയാണ്. പ്രൈവറ്റ് കം ഗവൺമെൻറ് എൻ്റർപ്രൈസ്. രാജസ്ഥാലി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഗാഗ്ര, ചോളീസും അവരുടെ ട്രഡീഷണൽ ഡ്രസ്സും എല്ലാം കാണാം. ലേറ്റസ്റ്റ് ഫാഷനും ഉണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ലേറ്റസ്റ്റാണ്. ഇത് 6800 രൂപയുടെ മെറ്റീരിയലാണിത്. ജോർജറ്റ് വിത്ത് ബ്രൊക്കേഡ് ബോർഡർ. ഇത് ഗാഗ്ര, ജോർജറ്റും സിൽക്കും കൂടെ ഉള്ള നെറ്റും കൂടിയുണ്ട്. നെറ്റ് ഓൾസോ ഇതൊക്കെയാണ് ഇവരുടെ ഫാഷൻ. ഗാഗ്ര, ചോളി, ചോളി, ബ്ലൗസ്, ഗാഗ്ര, അതും ഒരു ദുപ്പട്ടയും കൂടി. ഇതാണ് ഇവരുടെ രാജസ്ഥാനി ഡ്രസ്സ്. അതിൻ്റെ ദുപ്പട്ട, അതിൻ്റെ ബ്ലൗസ് 1250. അതിന് വലിയ വിലയില്ല, 1250 രൂപയുള്ളൂ. അതിൻ്റെ ദുപ്പട്ട ആൻഡ് ബ്ലൗസ്, ബ്ലൗസ് ദുപ്പട്ട. ഓക്കെ, ഇത് വലിയ കുഴപ്പമില്ല. ഈ പീസ് 1250. കറങ്ങി തിരിഞ്ഞ് ഞാനിപ്പോൾ മിക്കവാറും ഒരു ഗാഗ്ര, ചോളി മേടിച്ച് ഇവിടുത്തെ ലോക്കൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കണം എന്നാണ് ഇവിടെ ഉള്ളവരുടെ ആവശ്യം. ഈ രാജസ്ഥാനിൽ വന്നിട്ട് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണ്ടേ എന്നാണ് ചോദിക്കുന്നത്. രാജസ്ഥാനികളെ പോലെ ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി കൂടിയാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. നോക്കാം അല്ലേ ഏതാണെന്ന്. നമ്മുടെ മെഷർമെൻറ്റ് അനുസരിച്ച് അത് സ്റ്റിച്ച് ചെയ്ത് തരും ഈ ഷോപ്പിൽ. ഇതാരാ ഇവിടെ വന്നിരിക്കുന്നത്? ഇതിൽ വന്നതാരാ? ദുൽഖർ സൽമാനും വൈഫും. ഓ യെസ്, കമ്മിയാരാ? യെസ് എല്ലാം ഇല്ല. ദുൽഖർ സൽമാൻ ആൻഡ് വൈഫ് അവിടേക്കൊണ്ട് ജോധ്പൂർ വിസിറ്റ് ചെയ്തപ്പോൾ ഈ രാജസ്ഥാനി എന്ന് പറയുന്ന എംപോറിയത്തിൽ വന്നിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അവർ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ വരുമ്പോൾ അവരിങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അവർക്കൊരു പ്രൊമോഷനല്ലേ. ഇവിടെ വന്ന് അവരെല്ലാം പർച്ചേസ് ചെയ്തു എന്നാണ് പറയുന്നത്. शॉर्ट ब्लाउज भी है, लॉन्ग ब्लाउज भी है. ഇത് ഷോർട്ട് ബ്ലൗസും ലോങ് ബ്ലൗസ്. ഇത് ലോങ് ബ്ലൗസിൻ്റെയാണ്. ഷോർട്ട് ബ്ലൗസിൻ്റെ. ആൻഡ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ്? 1650. ഇത് വർക്ക് ചെയ്ത സ്കേർട്ടും ഷോർട്ട് ബ്ലൗസും ദുപ്പട്ടയും. ആൻഡ് ഹൗ മച്ച് ഫോർ ദിസ്? ദിസ് ഇസ് വർക്ക് 2000 രൂപയാണ് ഈ പീസിന് വില. ഇതൊക്കെ ഫുള്ളിങ്ങനെ ഗ്ലാസ് വർക്കും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ്, മിറർ വർക്ക് ഉണ്ട്. അതുകൊണ്ട് 2000 രൂപയാണ് ഈ പീസിന് വില. കണ്ടില്ലേ? ഷോർട്ട് ബ്ലൗസ്, സ്കേർട്ട് ആൻഡ് ദുപ്പട്ട. സ്കേർട്ടിൻ്റെ കളർ വെച്ച് നോക്കുന്നു. എനിക്കിനി വേഷം കിട്ടണ്ടേ രാജസ്ഥാനി ആകാനായിട്ട്.